പാർട്ട് 2 വീഡിയോ ആണ് നമ്മളിവിടെ ഡേറ്റ ഫയൽ ഇൻഡെക്സിങ് ടെക്നിക്ക്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ അത് ബ്ലോക്കിനകത്തോട്ട് എങ്ങനെയാണ് അത് സേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് അതിനകത്ത് നിന്ന് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ബ്ലോക്കിലുള്ള ഡേറ്റേനെ എങ്ങനെ ആക്സസ് ചെയ്യാം. അപ്പം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആക്സസ് സ്ട്രക്ചറാണ് ഇൻഡെക്സ്. അപ്പം ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പോലും പുറകിലൊരു ഇൻഡെക്സ് ഇല്ലേ. സോ ആ ഇൻഡെക്സിൻ്റെ ഹെൽപ്പോടു കൂടി അത് ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. നമുക്ക് വേണ്ട വേർഡിനെ അവിടെ ഇൻഡെക്സിൽ പോയി സെർച്ച് ചെയ്യും, കറസ്പോണ്ടിങ് പേജ് നമ്പർ നോക്കും, ആ പേജിൽ പോയിട്ട് നമ്മൾ കണ്ടൻറ്റ് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇൻഡെക്സിൽ. അതേപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ഇരിക്കുന്ന ബ്ലോക്കിലിരിക്കുന്ന ഡേറ്റേനെ ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യും for easy access. So അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആക്ച്വലി the indexes are used to speed up the retrieval of റെക്കോർഡ്സിൻ്റെ റിട്രീവലിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആക്സസ് സ്ട്രക്ചറാണ് ഇൻഡെക്സ്. ഇനി അതിന് മുമ്പേ നമുക്ക് 2 തരം ഇൻഡെക്സ് ആണുള്ളത്. സിംഗിൾ ലെവൽ ഇൻഡെക്സും ഉണ്ട്, മൾട്ടി ലെവൽ ഇൻഡെക്സിങ്ങും ഉണ്ട്. എന്താണ് സിംഗിൾ ലെവൽ ആൻഡ് മൾട്ടി ലെവൽ നോക്കാം. സിംഗിൾ ലെവൽ എന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബ്ലോക്സിനകത്ത് ഡേറ്റാസിനെ ഞാനിങ്ങനെ സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സെറ്റ് ഓഫ് ബ്ലോക്സ് ഉണ്ട് ആൻഡ് ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് 4 ബ്ലോക്സ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുവാണ്. അപ്പം ഈ ബ്ലോക്കിന് ഒരു സിംഗിൾ ലെവൽ ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു അഡീഷണൽ ഒരു ബ്ലോക്ക് കൂടി നമ്മൾ വരയ്ക്കും ഫോർ ഇൻഡെക്സിങ് പേർപ്പസ്. ദെൻ ഇൻഡെക്സിനകത്ത് കണ്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ബ്ലോക്കിൽ 1 to 4 ആണെങ്കിൽ നമ്മൾ ഏത് വാല്യൂ വെച്ചിട്ടാണോ സോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും യൂഷ്വലി നമ്മൾ ഇൻഡെക്സിങ് ഫയൽ വരാറുള്ളത്. അപ്പം നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ നമ്പർ 1 to 4 എന്നുള്ളതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കീ വാല്യൂ കൊടുത്തു. അത് ഫസ്റ്റ് ബ്ലോക്കിലാണ് ഇരിക്കുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു പോയിന്റ് കണ്ടോ. ദെൻ അടുത്ത ബ്ലോക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ആണ്, ഞാൻ ജസ്റ്റ് 5 എന്ന് കൊടുത്തു. ദെൻ അടുത്ത ബ്ലോക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 എന്നാണ്. ദെൻ അടുത്ത ബ്ലോക്കിൽ സ്റ്റാർട്ടിങ് വിത്ത് 13. സോ നമ്മളെല്ലാം ബ്ലോക്കിൻ്റെയും സ്റ്റാർട്ടിങ് പറഞ്ഞു ആൻഡ് ദെൻ ഏത് ബ്ലോക്കിലാണെന്നുള്ള പോയിന്റും പറഞ്ഞു. ദിസ് ഈസ് വൺ ഓഫ് ആൻ ഇൻഡെക്സ് ഫയൽ മെത്തേഡ്. ദിസ് ആക്ച്വലി ഇൻഡെക്സ് ഫയൽ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് തന്നെയാണ്. ഇവിടെ ഒന്നിൽ കൂടുതൽ കോളംസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 കോളം മാത്രമേ എപ്പോഴും ഇൻഡെക്സ് ഫയലിൽ കാണുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം ഇതൊരു സിംഗിൾ ലെവൽ എന്ന് പറയാൻ കാരണം ഇൻ അഡീഷൻ ടു ദീസ് ഡേറ്റ ബ്ലോക്സ്, ഈ ബ്ലോക്സ് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ ബ്ലോക്സും പറയാം because the entire data data gets stored in this block. So ഇതിന് നമുക്ക് data block എന്നും പറയാം. So in addition to this data blocks we have got only one more block, only a single level block മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് പോയിന്റർ യൂസ് ചെയ്തിട്ട് ഏത് ബ്ലോക്കിലാണോ ഈ കറസ്പോണ്ടിങ് ഡേറ്റ വരുന്നത് അങ്ങോട്ടത്തേക്ക് നമുക്ക് പോയിന്റ്. ജസ്റ്റ് ഓൺലി a single level of indexing. പക്ഷേ മൾട്ടി ലെവൽ ഇൻഡെക്സിങ് അങ്ങനെയല്ല. rather than this data blocks, നമ്മൾ ഈ ഡേറ്റ ബ്ലോക്സും ഈ ഇൻഡെക്സിങ് നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ലെവലും കൂടെ വന്നത് കണ്ടോ. ദാറ്റ് ഈസ് ഡയറക്ട്ലി ഫ്രം ദി ഇൻഡെക്സിങ് വി ആർ നോട്ട് ഡയറക്ട്ലി ഗോയിങ് ടു ദി ഡേറ്റ ബ്ലോക്ക്. നമ്മൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇൻഡെക്സിങ് ബ്ലോക്കും കൂടെ പോയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഡേറ്റ ബ്ലോക്കിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു എക്സാമ്പിൾ മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഡെക്സിങ് ഡയറക്റ്റ് ഡേറ്റ ബ്ലോക്കിന് പോകുന്നതിന് പകരം നമ്മൾ ഇടയിൽ വേറൊരു ലെവലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഡേറ്റ റെക്കോർഡ്സ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ ആക്സസിബിലിറ്റി കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഈ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഡേറ്റ ബ്ലോക്ക് മൊത്തവും ഇങ്ങനെ സേവ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് നമ്മളൊരു ഇൻഡെക്സിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാനും അവിടെ നിന്ന് ഇത് ഡേറ്റാനെ ആക്സസ് ചെയ്യാനും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സിങ് ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നത്. അത് സിംഗിൾ ലെവൽ മൾട്ടി ലെവൽ ആയത് ഇങ്ങനെയാണ്. ഇതൊരു സിംഗിൾ ഇൻഡെക്സിങ് ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് സിംഗിൾ ലെവൽ. ഇത് മൾട്ടി ലെവൽ, ഒന്നിൽ കൂടുതൽ ഇൻഡെക്സിങ് ബ്ലോക്കുകൾ നമ്മൾ ഡേറ്റ ബ്ലോക്കിന് മുമ്പായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ മൾട്ടി ലെവൽ ഇൻഡെക്സിങ്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ 2 ലെവൽ ഇൻഡെക്സിങ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മെയിനായിട്ട് പഠിക്കേണ്ടത് സിംഗിൾ ലെവൽ ഓർഡേർഡ് ഇൻഡെക്സസ് ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത്. സിംഗിൾ ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓർഡേർഡ് ഇൻഡെക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം റെക്കോർഡ്സ് ഏതെങ്കിലും ഒരു കോളം റെക്കോർഡിലെ വാല്യൂസ് എല്ലാം സോർട്ടഡ് ഓർഡർ ആയിരിക്കും. അങ്ങനെ ഒരു ഓർഡേർഡ് റെക്കോർഡ്സ് ഉള്ളൊരു ഫയലിനെ സിംഗിൾ ലെവൽ ഇൻഡെക്സിങ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് 3 തരമാണുള്ളത്: പ്രൈമറി ഇൻഡെക്സിങ്, സെക്കൻഡറി ഇൻഡെക്സിങ് ആൻഡ് ക്ലസ്റ്ററിങ് ഇൻഡെക്സിങ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്രൈമറി ഇൻഡെക്സ്. സോ പ്രൈമറി ഇൻഡെക്സിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഓർഡേർഡ് ഫയലായിരിക്കണം. യെസ്, വിത്ത് ഫിക്സഡ് ലെന്ത് റെക്കോർഡ്സ്. ഈ ടേമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആൻഡ് ഒരു ഇൻഡെക്സ് എന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞു 2 ഫീൽഡേ കാണത്തുള്ളൂ. പ്രൈമറി ഇൻഡെക്സിംഗ് എന്ന് പറയാൻ പേര് വന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 2 ഫീൽഡേ ഉള്ളൂ, 2 കോളം. അതിനകത്ത് ഫസ്റ്റ് കോളം എപ്പോഴും നമ്മൾ വെക്കാൻ പോകുന്ന റെക്കോർഡ്സിൻ്റെ പ്രൈമറി കീ വാല്യൂ ഏതാണോ അതായിരിക്കണം വെക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് പ്രൈമറി ഇൻഡെക്സിംഗ് എന്നൊരു പേര് പോലും വന്നത്.
ദാറ്റ് ഇസ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ദ 2 ഫീൽഡ്സ് അല്ലെങ്കിൽ ഫീൽഡ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളം ഞാൻ നേരത്തെ പറഞ്ഞ കേസാണ്. സോ അപ്പോൾ ഇതിനകത്ത് നമുക്കുള്ളത് ഫസ്റ്റ് ഫീൽഡിൽ വരുന്നത് പ്രൈമറി കീ തന്നെയായിരിക്കും. ആൻഡ് ഈ പ്രൈമറി കീ തന്നെ പക്ഷേ സോർട്ടഡ് ഓർഡറിലായിരിക്കണം. ദെൻ പ്രൈമറി കീ ആൻഡ് ഇത് ബ്ലോക്ക് അഡ്രസ് എന്ന് വെച്ചാൽ പോയിൻറ്റഡ് ടു ദ ബ്ലോക്ക് വൈ ദിസ് പർട്ടിക്കുലർ കീ വാല്യൂ ഇസ് ബീങ് ഫിറ്റഡ് ഓവർ. ഓക്കെ, സോ അപ്പം അടുത്ത് നമുക്ക് ഇപ്പോൾ ബ്ലോക്ക് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോയിൻറ്റഡ് ടു എ ഡിസ്ക് ബ്ലോക്ക് ആയിരിക്കും. പ്രൈമറി കീ എന്ന് പറയുന്നത് അതായിരിക്കണം നമ്മുടെ ഈ ഡേറ്റ ബ്ലോക്കിനകത്ത് സോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ആ കീ ഫീൽഡ്. അപ്പോൾ ഇവിടെ നോക്കി കണ്ടോ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ രജിസ്റ്റർ നമ്പർ, നെയിം, ദെൻ സെമസ്റ്റർ, ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു. ഞാൻ രജിസ്റ്റർ നമ്പർ എല്ലാവർക്കും യൂണിക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രൈമറി കീ ആണ്. നമ്മൾ TKI CS 18 1 2 അങ്ങനെ 20 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടെണ്ണം വെച്ച് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് എന്തായാലും ഇതിനകത്തൊരു 10 ബ്ലോക്ക് കാണും. ദെൻ പ്രൈമറി കീ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. പ്രൈമറി ഇൻഡെക്സിനകത്ത് ചെയ്യുന്നത് ആദ്യം ചെയ്തത് ബ്ലോക്ക് ആങ്കർ പ്രൈമറി കീ ബ്ലോക്ക് അഡ്രസ്. ആങ്കർ എന്നൊരു ടേം കണ്ടു, അത് എന്താണെന്ന് പറയാം. അതായത് നമ്മൾ പ്രൈമറി ഇൻഡെക്സിൽ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണിത്. 1 ഇൻഡെക്സ് എൻട്രി ഓർ ഇൻഡെക്സ് റെക്കോർഡ് ഇൻ ദ ഇൻഡെക്സ് ഫയൽ ഫോർ ഈച്ച് ബ്ലോക്ക്. ദാറ്റ് ഈസ് ഈ ഓരോ ഇൻഡെക്സ് ബ്ലോക്കിലെയും എത്ര ഇൻഡെക്സ് എൻട്രി വേണമെന്ന് തീരുമാനിക്കുന്നത് നമുക്ക് എത്ര ഡേറ്റ ബ്ലോക്ക് ഉണ്ട് എന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ നമുക്കിവിടെ 10 ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ 10 ഇൻഡെക്സ് എൻട്രികൾ കാണും. മനസ്സിലായോ? പ്രൈമറി ഇൻഡെക്സിൻ്റെ പ്രത്യേകതയാണ് പ്രൈമറി കീ ആയിരിക്കണം നമ്മൾ ഓർഡേർഡ് ഫീൽഡായിട്ട് എടുക്കേണ്ടത്, അത് സോർട്ടഡ് ഓർഡർ ആയിരിക്കണം. ദെൻ ഇൻഡെക്സിങ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ 2 കോളമേ കാണത്തുള്ളൂ. അത് ആയതിനകത്ത് നമ്മൾ ഇവിടെ പ്രൈമറി ഇൻഡെക്സിങ് ആയതുകൊണ്ട് പ്രൈമറി കീ തന്നെ ആയിരിക്കും ഇവിടെ എഴുതുന്നത്. രണ്ടാമത് നമ്മൾ എഴുതുന്നത് ബ്ലോക്ക് അഡ്രസ് ആയിരിക്കണം. ദെൻ ഇവിടെ എഴുതുന്നതിലും പ്രത്യേകതയുണ്ട്. അതായത് ആദ്യം നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഓരോ ബ്ലോക്കിലെയും ഫസ്റ്റ് എലമെൻറ്റുകൾ മാത്രമേ നമ്മളിവിടെ ഓരോ ഇൻഡെക്സിൻ്റെ എൻട്രി ആയിട്ട് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഇവിടെ ആദ്യമേ 1, ഇവിടെ ദെൻ രണ്ടാമത്തത് 3, ദെൻ ഞാൻ ലാസ്റ്റ് ബ്ലോക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് 19, അതാണ് ലാസ്റ്റ് എൻട്രി. കണ്ടോ, അതായത് അതിനെയാണ് നമ്മൾ ബ്ലോക്ക് ആങ്കർ ഓർ ആങ്കർ റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഡേറ്റ ബ്ലോക്കിലെയും ഫസ്റ്റ് റെക്കോർഡിന് പറയുന്ന പേരാണ് ആങ്കർ റെക്കോർഡ് ഓർ ബ്ലോക്ക് ആങ്കർ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ബ്ലോക്ക് ആങ്കർ അല്ലെങ്കിൽ പ്രൈമറി കീ എന്നൊരു പേരും കൂടി ഇവിടെ നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്, ഈ പ്രൈമറി ഇൻഡെക്സിൻ്റെ ഓരോ ഇൻഡെക്സ് എൻട്രി എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഡേറ്റ ബ്ലോക്സ്. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, മറക്കരുത്. ഇതിന് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഈ പോയിന്റ് പറഞ്ഞത്. ഓക്കെ, ശരി. ഇനി ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ 2 കാര്യങ്ങളും കൂടെ അറിയണം. എന്താണ് ഡെൻസ് ഇൻഡെക്സ് എന്നും സ്പാർസ് ഓർ നോൺ ഡെൻസ് ഇൻഡെക്സ് എന്നും. ഡെൻസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സെർച്ച് കീ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് കോളമാണോ നമ്മൾ കീ വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ കീ ഫീൽഡ് എന്ന് പറയുക. ഈ കീ ഫീൽഡിൻ്റെ എല്ലാ റെക്കോർഡിനും ഓരോ ഇൻഡെക്സ് എൻട്രി ഇപ്പുറം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡെൻസ് ഇൻഡെക്സ് എന്ന് പറയാം. മനസ്സിലായോ? ഇൻഡെക്സ് എൻട്രി ഫോർ എവറി സെർച്ച് കീ വാല്യൂ ആണെങ്കിൽ നമുക്കതിന് ഡെൻസ് ഇൻഡെക്സ് എന്ന് പറയാം. അല്ല, ഇൻഡെക്സ് എൻട്രീസ് ഫോർ ഓൺലി സം ഓഫ് ദ സെർച്ച് വാല്യൂ അല്ലെങ്കിൽ സം ഓഫ് ദ സെർച്ച് റെക്കോർഡ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് പറയുന്ന പേരാണ് സ്പാർസ് ഇൻഡെക്സ്. അപ്പോൾ ഇവിടുത്തെ കേസ് ഇത് സ്പാർസ് ആണോ ഡെൻസ് ആണോ? എല്ലാ ഇൻഡെക്സ് എൻട്രികൾക്ക് ദാറ്റ് ഈസ് 20 എണ്ണത്തിനും ഇവിടെ എൻട്രി ഉണ്ടോ? ഇല്ലല്ലോ, 10 എണ്ണയല്ലേ ഉള്ളൂ. കാരണം എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു അത്രയും എൻട്രി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, എല്ലാ റെക്കോർഡിനും ഇവിടെ എൻട്രി ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് പ്രൈമറി ഇൻഡെക്സിങ് എന്ത് തരമാണെന്ന് പറയാം? ഡെൻസ് ആണോ സ്പാർസ് ആണോ? ഇറ്റ് ഈസ് എ പ്രൈമറി ഇൻഡെക്സ് ഇസ് എ സ്പാർസ്, ഇറ്റ് ഈസ് എ സ്പാർസ് ഇൻഡെക്സ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി ഉള്ളതിനകത്തുനിന്ന് കുറച്ച് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ദെൻ പ്രൈമറി ഈ ഇൻഡെക്സിങ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇൻഡെക്സ് എൻട്രികൾ മാത്രമേ കാണത്തുള്ളൂ, റാദർ ദാൻ ദ ഡേറ്റ എൻട്രീസ് ആൻഡ് സ്മോളർ ഇൻ സൈസ് ആണ്. എൻ്റെ ഡേറ്റ റെക്കോർഡിന് എത്ര സൈസ് വേണോ അതിനേക്കാളും വളരെ കുറച്ച് സൈസ് മാത്രമേ നമുക്ക് പ്രൈമറി ഇൻഡെക്സിൻ്റെ കേസിൽ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മളിനി പഠിക്കേണ്ട വേറൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ പ്രൈമറി ഇൻഡെക്സിങ്ങിനകത്ത് നമ്മളൊരു ഡേറ്റ വാല്യൂവിനെ സെർച്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം സെർച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ ഒരു ഇൻഡെക്സിങ് പാർട്ടില്ല, വെറും ഒരു ഡേറ്റ ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മളൊരു ഡേറ്റനെ സെർച്ച് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് എല്ലാ റെക്കോർഡ്സും സോർട്ടഡ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ പഠിച്ച പോലെ സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേക്കകത്തുനിന്ന് നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യണമെങ്കിൽ ബൈനറി സെർച്ച് ആണോ ലീനിയർ സെർച്ച് ആണോ യൂസ് ചെയ്യുന്നത്? ബൈനറി സെർച്ച് അല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആ മിഡ് വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണോ അതോ ലെസ്സർ ആണോ നോക്കി ആ ഒരു ഹാഫ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ അല്ലേ. അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ നോക്കുന്നത്.
കാരണം നമുക്ക് ഓർഡേർഡ് ഇൻഡെക്സിങ് ആയി നമ്മൾ ഓർഡേർഡ് ആയിട്ടാണ് ഈ വെച്ചേക്കുന്നത് മീൻസ് ഡേറ്റ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഈ ബ്ലോക്കിനകത്തായാൽ പോലും നമ്മൾ സെർച്ചിങ് നടത്തുന്നത് ബൈനറി സെർച്ചിങ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്കി ഇവിടെ ഫോർ എക്സാമ്പിൾ എനിക്ക് സെർച്ച് കീ വാല്യൂ സെർച്ച് ചെയ്യേണ്ട വാല്യൂ ഇറ്റ്സ് 10. സോ സെർച്ച് കീ വാല്യൂ ഞാൻ 10 ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? സോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ബ്ലോക്കിനകത്ത് മൊത്തവും പോയി നോക്കുക എവിടെയാണ് സെർച്ച് കീ വാല്യൂ 10 ഇവിടെ വന്നു കണ്ടോ. അപ്പം ദാറ്റ് ഈസ് ഒരു ബൈനറി സെർച്ചിങ് കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാത്തൊരു കേസാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് അടുത്ത അതായത് 6th മൊഡ്യൂളിൽ പഠിക്കും. ദാറ്റ് ഈസ് 6th സെമസ്റ്ററിൽ പഠിക്കും. ഒരു ലീനിയർ ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡേറ്റേനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ലോഗ് B⁴2 ബ്ലോക്സ് ആക്സസ്സുകൾ നടത്തിയാലേ നമുക്ക് ആ റെക്കോർഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. തൽക്കാലം നിങ്ങൾ പഠിച്ച് വെക്കുക. ദാറ്റ് ഇസ് ഇവിടെ സ്മോൾ b എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഡേറ്റ ബ്ലോക്കുകളാണെന്നാണ്. ഇപ്പോൾ ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് ഇവിടെ 3 ബ്ലോക്ക് കണ്ടോ. അതുപോലെ എത്ര ബ്ലോക്കിലാണ് നമ്മൾ ഡേറ്റ ബ്ലോക്കുകളുള്ള ആ ബ്ലോക്കിൻ്റെ എണ്ണമാണ് ഇവിടെ b എന്ന് പറയുന്നത്. അതിൻ്റെ ലോഗ് വാല്യൂ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എന്താണ് ഈ ഫംഗ്ഷൻ കണ്ടോ, സീലിംഗ് ഫംഗ്ഷൻ എന്ന് അതിന് പറയാം. ദാറ്റ് ഇസ് റൗണ്ട് അപ്പ് ചെയ്യും. ഇറ്റ് റൗണ്ട്സ് ദി വാല്യൂ അപ്പ് ടു ദി നെക്സ്റ്റ് ഇൻറ്റിജർ വാല്യൂ. കിട്ടുന്നത് 10.2 ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ ഇസ് 11. അങ്ങനെ നമ്മൾ ഹയർ വാല്യൂയിലോട്ട് നെക്സ്റ്റ് ഇൻറ്റിജർ വാല്യൂയിലോട്ട് റൗണ്ട് അപ്പ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സോർട്ടഡ് ഓർഡറിൽ തരുന്ന ഒരു ഡേറ്റ ബ്ലോക്കിൽ നിന്നും നമുക്കൊരു ഡേറ്റനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി ബൈനറി സെർച്ചിങ് ആണ് ചെയ്യുന്നത്. ബൈനറി സെർച്ച് ചെയ്യുമ്പോൾ എത്ര ബ്ലോക്ക് ആക്സസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ കീ കിട്ടുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലോഗ് B⁴2. ഇപ്പോൾ ഇവിടുത്തെ കേസ് ആണെങ്കിൽ ലോഗ് 3⁴2 എന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വി ഗെറ്റ് എ വാല്യൂ. പക്ഷേ അതിൻ്റെ സീൽ വാല്യൂ വേണം നമുക്ക് എടുക്കാൻ. ഓക്കെ, ഇതാണ് വിത്തൗട്ട് ഇൻഡെക്സ് ബ്ലോക്ക്. ഇനി നമ്മളിങ്ങനെ ഒരു ഇൻഡെക്സ് ബ്ലോക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. നമ്മൾ ആദ്യം ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യേണ്ടത് ഇതിനകത്താണ്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 10 എന്നുള്ള വാല്യൂ അല്ലേ സെർച്ച് കീ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നോക്കുക, നമുക്കറിയാം ഈ പ്രൈമറി ഇൻഡെക്സിങ് ആണ് ഇതെല്ലാം ഓരോ ബ്ലോക്കിൻ്റെയും ആദ്യത്തെ റെക്കോർഡായിരിക്കും കാണുക. അപ്പോൾ 10 എന്തായാലും ഈ ബ്ലോക്കിനകത്തല്ലേ കാണാൻ വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇതിനകത്ത് സെർച്ച് കീ അപ്ലൈ ചെയ്യുക. ഏതിനകത്താണ് നമ്മൾ വരുന്നത് സെർച്ച് കീ വരുന്നതെന്ന് മനസ്സിലാക്കുക. ആ കറസ്പോണ്ടിങ് ബ്ലോക്കിലോട്ട് പോവുക. അതിനകത്തുനിന്ന് പോയി സെർച്ച് ചെയ്യുക. മനസ്സിലായോ? അപ്പം ഇവിടെ യൂഷ്വലി ബൈനറി സെർച്ചിങ് ചെയ്യുന്ന പോലെ ചെയ്തു. ദെൻ അവിടെ ഏത് ബ്ലോക്കിലാണ് പോകേണ്ടത് അവിടെയും കൊണ്ട് ദാറ്റ് ഈസ് ഇവിടുത്തെ ഡയറക്റ്റ്ലി ബൈനറി സെർച്ചിങ് അപ്ലൈ നടത്തിയതിന് പകരം ഇവിടെ ബൈനറി സെർച്ചിങ് ഇവിടെ നടത്തിയിട്ട് ഒരു ബ്ലോക്ക് ആക്സസ് കൂടെ നടത്തുന്നുണ്ട്. അപ്പം അതായത് നമ്മൾ വിത്ത് ഇൻഡെക്സ് ബ്ലോക്കാണ് നമ്മൾ സെർച്ചിങ് നടത്തുന്നതെങ്കിൽ ലോഗ് BI⁴2 ഞാൻ BI എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എത്ര ഇൻഡെക്സ് ബ്ലോക്കുകളുണ്ട് എന്ന് രണ്ടിനെ ഡിഫറൻഷ്യേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് BI എന്ന് യൂസ് ചെയ്തത്. മറ്റേടുത്ത് B എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ഡേറ്റ ബ്ലോക്കിന് B എന്നും അതായത് ഇവിടെ അർത്ഥം ഒരു ഇൻഡെക്സ് ബ്ലോക്കുകൾ മാത്രമല്ല ഒന്നിൽ കൂടുതൽ ഇൻഡെക്സ് ബ്ലോക്ക് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ അതുപോലെ ഇവിടെ കണ്ടോ. അപ്പോൾ ലോഗ് BI⁴2 +1 ഇവിടെ ഒറ്റ ബ്ലോക്ക്. ഇതിപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഒറ്റ ബ്ലോക്ക് എന്ന് പറയുകയാണ്, അതിന് കാര്യമില്ല. ഇപ്പോൾ 4 ആണെങ്കിൽ ലോഗ് 4⁴2 ദാറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈസ് 3 ബ്ലോക്ക് ആക്സസോടുകൂടി തന്നെ നമുക്ക് ആ ഡേറ്റാനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മതി പാർട്ട് 2-ൽ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് എന്താണ് ഇൻഡെക്സിങ്, സിംഗിൾ ലെവൽ ആൻഡ് മൾട്ടി ലെവൽ. അതിനകത്ത് സിംഗിൾ ലെവൽ ഓർഡേർഡ് ഇൻഡെക്സിംഗ് ആണ് പഠിച്ചത്. പ്രൈമറിയും സെക്കൻഡറിയും ക്ലസ്റ്ററിങ്ങും ഉണ്ട്. ഇതിനകത്ത് പ്രൈമറി ഇൻഡെക്സിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഇതിനകത്ത് ഏത് ഇൻഡെക്സിംഗ് ഫീൽഡ് ആയാലും രണ്ട് ഫീൽഡേ കാണത്തുള്ളൂ. പ്രൈമറി ഇൻഡെക്സിംഗ് ആണെങ്കിൽ ആദ്യത്തെ കീ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈമറി കീ ആയിരിക്കും. ആ പ്രൈമറി കീ ഓർഡേർഡും ആയിരിക്കണം. ദെൻ ഇതിനകത്ത് അടുത്തൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര ഇൻഡെക്സ് എൻട്രി ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇവിടെ എത്ര ഡേറ്റ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓരോ ഇൻഡെക്സ് ബ്ലോക്കിൻ്റെയും ആദ്യത്തെ എൻട്രികൾ മാത്രമേ ഇവിടെ ആഡ് ചെയ്യത്തുള്ളൂ. അതിന് ഈ ആദ്യത്തെ എൻട്രി പറയുന്ന പേരാണ് ആങ്കർ എൻട്രി അല്ലെങ്കിൽ ബ്ലോക്ക് ആങ്കർ അല്ലെങ്കിൽ ആങ്കർ റെക്കോർഡ്. അതിനെയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് പോയിന്ററും. ദെൻ ഡെൻസും സ്പാർസ് എന്താണെന്ന് പഠിച്ചു. ദെൻ ഈ ഒരു പ്രൈമറി ഇൻഡെക്സിനകത്ത് എങ്ങനെയാണ് ഒരു വാല്യൂവിനെ സെർച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ പഠിച്ചു. ബൈനറി സെർച്ചിങ് ബ്ലോക്ക് ഏത് ബ്ലോക്കിലായാലും സോർട്ടഡ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ബൈനറി സെർച്ചിങ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ അത് വെറും ഇൻഡെക്സിങ് ഇല്ലാത്ത ഡയറക്റ്റ്ലി ഡേറ്റ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ലോഗ് B⁴2 ദെൻ സീലിംഗ് ഫംഗ്ഷനകത്ത്. അപ്പോൾ അത്രയും ബ്ലോക്കിനെ നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് നമ്മൾ ഇൻഡെക്സ് ബ്ലോക്കും കൂടെ യൂസ് ചെയ്യുന്നതൊന്നുണ്ടെങ്കിൽ ബൈനറി സെർച്ച് ദാറ്റ് ഈസ് ലോഗ് BI⁴2 +1 കാരണം ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയും കൂടെ ബ്ലോക്ക് വന്നിട്ടാണ് നമുക്ക് വാല്യൂ കിട്ടുക. അതുകൊണ്ടാണ് +1 കൂടി ഇവിടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിനെ വെച്ചിട്ടൊരു പ്രോബ്ലം അടുത്തുകൊണ്ട് അത് അടുത്ത പാർട്ടായിട്ട് പഠിപ്പിക്കാം. ഓക്കെ.